ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഞെക്കി വയ്ക്കുവാണെങ്കിൽ, കാരണം അതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഷർ, അതായത് ഞാൻ എക്സ്ട്രാ പവറൊന്നും ചെലുത്തുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതാണ് ഈ കൊക്കോയുടെ പ്രത്യേകത. വേറൊരു കൊക്കോയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തൊണ്ടിങ്ങനെ ഓറഞ്ച് വരുമോ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ആരംഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ദിലീപേട്ടൻ്റെ അടുത്ത് പോകാം. എന്താണ് അവിടെ വിശേഷങ്ങൾ ഉള്ളതെന്ന് അറിയാം അല്ലേ. ഇത് മൊത്തം എന്തേരം സ്ഥലമുണ്ട്? ഇത് 6 ഏക്കർ അടുത്ത സ്ഥലമാണ്. ഇത് നിങ്ങൾ മേടിച്ചതാണ്? ഞാനൊരു 2008 വാങ്ങിയതാണ്. ഓ, നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ജോലി കഴിഞ്ഞ് വരുന്നതിന് മുമ്പ് വാങ്ങിയതാണ്. അത് മേടിച്ച് കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. അന്നേരം ഇത് ആദായം വരുന്നത്? അന്നേരം ഇതിനകത്ത് റബ്ബർ ആയിരുന്നു മെയിനായിട്ട്. റബ്ബറും കുറച്ച് കൊക്കോയോ, 10-200 കൊക്കോയോ ഉണ്ടായിരുന്നു. നിങ്ങൾ ഈ കൊക്കോ കൃഷിയിലേക്ക് തിരിയാൻ എന്താ കാരണം? റബ്ബറിൻ്റെ ഇടവിളയായിട്ട് കൊക്കോ ചെയ്തതാണ്. പക്ഷേ റബ്ബർ ലാഭകരമല്ല, വെട്ടാൻ ആളില്ല, വിലയില്ലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും റബ്ബറിനെ തന്നെ കളഞ്ഞു കഴിഞ്ഞപ്പം അതിൻ്റെ കൂടെ തന്നെ ജാതിയും കൂടെ വെച്ചു. ഗ്യാപ്പിൽ ഒരു 40 അടി അകലത്തേക്ക് ജാതി വെച്ചു. അപ്പം ഇപ്പം പറയുകയാണെങ്കിൽ ടോട്ടൽ ഫുൾ ഏരിയ ആയും ജാതിയും കൊക്കോയുമാണ്. പിന്നെ ഇടയ്ക്ക് കൂടുതൽ ഗ്യാപ്പ് ഉള്ളതോടെ റബ്ബർ വെട്ടി കഴിഞ്ഞപ്പോൾ ഗ്യാപ്പ് കൂടിയോടത്ത് ഓരോ പ്ലാവും തൈ നട്ട്. ഈ 6 ഏക്കർ ഫുള്ള് കൊക്കോയാണോ? ഫുള്ള് കൊക്കോ ഉണ്ട്. അതിനുള്ള വരുമാനം കൊക്കോയിന്നുണ്ടോ? അതിനുള്ള വരുമാനം എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കുഴപ്പമില്ല. ഇതിപ്പോൾ 6 ഏക്കർ, ഇപ്പോൾ എനിക്കിതിനകത്ത് എന്ന് പറഞ്ഞാൽ 6 ഏക്കറിൽ വെക്കുന്ന എത്ര എണ്ണം കൊക്കോ ഇല്ല. നമ്മളിപ്പോൾ 6 ഏക്കർ വേണമെങ്കിൽ നമുക്കൊരു 200 എണ്ണം വെച്ച് 1200 എണ്ണം വെക്കാം. ഇതിനകത്തൊരു 900-നും 1000-നും ഇടയ്ക്കേ ഉള്ളൂ കൊക്കോ. കാരണം എന്ന് വെച്ചാൽ കുറച്ച് ഇപ്പം ഞാൻ പറഞ്ഞില്ല 200 ജാതിയുണ്ട്. ഇത് DNA2 എൽസ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ തന്നെ പറമ്പിൽ നിന്നുള്ള ഇത് മദർ പ്ലാന്റ് തന്നെയാണ് ഇത് നിൽക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ 15 വർഷമായി. പക്ഷേ ഓവർ സൈസ് ആകുന്നില്ല. ഒരു നോർമൽ നമ്മളിപ്പോൾ മിക്സായിട്ട് ഇൻ്റർക്രോപ്പായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ജാതിയും കൊടിയെല്ലാം ആയിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും അതിൻ്റെ ഇടയ്ക്ക് ഒതുങ്ങുന്ന രീതിയിലുള്ള സാധനമാണ്. പിന്നെ നല്ല ഈൽഡുണ്ട്. എന്നാ ഇതിപ്പോൾ 1 കിലോ അടുത്ത് 900 ഗ്രാമൊക്കെ കാണും തൊണ്ട്. 1-200 ചിലപ്പം വരും. അപ്പോൾ ഒരു 300 ഗ്രാം ഒക്കെ 3-1 നമുക്ക് പരിപ്പ് കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ തൊണ്ട് കെട്ടി വലിയ കൂടുതലില്ല, നിറച്ച് പരിപ്പ് കാണും. അത്യാവശ്യം വലിപ്പമുള്ള പരിപ്പായിരിക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഉണ്ട്. ഇപ്പോൾ വെള്ളം വലിഞ്ഞ് ഉണങ്ങിയിരിക്കുന്നതാണ്. നല്ല അത്യാവശ്യം വലിപ്പമുള്ള പരിപ്പ്, ഒരു 45-50 പരിപ്പ് കാണും. നല്ല ഒരു ഇതാണ്. ഇതിൻ്റെ അകത്ത് തന്നെ ഇരുന്ന് കിടക്കുന്നത്, കാണാതെ നിന്ന് പഴുത്തിട്ട് കാണാതെ നിന്ന കൊക്കോയാണ്. ഇതൊക്കെ പൊടിച്ച് കഴിഞ്ഞാൽ ഒരു 300 ഗ്രാം അത് കിട്ടും. പക്ഷേ ഇനി ഒരു മാസം കഴിയുമ്പോൾ തന്നെ ആകുള്ളൂ. എന്നാൽ അത്യാവശ്യം നിറച്ച് കായ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ പുതിയ കായ വന്നു, പുതിയ പിഞ്ച് കായ ഉണ്ട്, പൂവുണ്ട്. ഇതുണ്ട്, നിറച്ച് പൂത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വലിപ്പമുള്ള കായ ഏകദേശം തീർന്നതാണ്. എന്ന് പറഞ്ഞാൽ മീഡിയം സൈസാണ്. എന്നാലും നല്ല ഇതിൻ്റെ തൊണ്ടുകെട്ടി എന്ന് പറഞ്ഞാൽ കുറവാണ്. ഇതുണ്ട്, തൊണ്ടുകെട്ടിയൊക്കെ നിസ്സാര തൊണ്ടുകെട്ടിയല്ലേ. അതുപോലെ തന്നെ പരിപ്പ് ഇതാണ്, നമുക്കിങ്ങനെ പൊടിച്ച് കളയാം. പരിപ്പ് എന്ന് പറഞ്ഞാൽ നിറച്ച് പരിപ്പുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള പരിപ്പാണ്. എന്നാൽ ഇതിലും വലിപ്പം ഉണ്ടായിരിക്കും നോർമൽ കേസ്. ഇപ്പം സ്റ്റേജിലായതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് പോലും കുഴപ്പമില്ല, അത്യാവശ്യം നിറച്ചുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് ചെറിയ കൊക്കോയോ കേട്ടോ. വലിയ കൊക്ക നമുക്ക് വേറെ നിറച്ച് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടും കാണിച്ചതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഞെക്കി വയ്ക്കുവാണെങ്കിൽ, കാരണം അതിൻ്റെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രഷർ, അതായത് ഞാൻ എക്സ്ട്രാ പവറൊന്നും ചെലുത്തുന്നില്ല, അത് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതാണ് ഈ കൊക്കോയുടെ പ്രത്യേകത. വേറൊരു കൊക്കോയും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ തൊണ്ടിങ്ങനെ ഓറഞ്ച് വരുമോ. അതാണ് ഇത് നല്ലൊരു വെറൈറ്റിയാണ്. പിന്നെ ഇത് തന്നെയല്ല ഞാൻ ചെയ്തേക്കുന്നത്. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ കൈ കൊണ്ട് ഇപ്പോൾ ഒത്തിരി പഴുക്കാത്ത കായ പോലും നമുക്കിതുപോലെ ഞെക്കി പൊട്ടിക്കാൻ പറ്റും. അതുപോലെ നിറച്ച് പരിപ്പും ഉണ്ട്. തൊണ്ടുകെട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, തീരെ കുറവാണ്. നല്ല വലിപ്പമുള്ള പരിപ്പും നല്ല യമ്മിയാണ്. ഇത് മറ്റേ ചില സീറ്റിയാണ് ഈ കഴിക്കാനാണെങ്കിൽ. നല്ല ഇനമാണ് പരിപ്പും കാര്യങ്ങളൊക്കെ. നിറച്ച് പരിപ്പുണ്ട്, വലിപ്പമുള്ള പരിപ്പാണ്. തൊണ്ടുകെട്ടി കുറവാണ്. ഇതിൻ്റെ അകത്ത് കുറേ എണ്ണം ചെയ്തിട്ടുണ്ടെന്നില്ല. ഇതുവരെ തൊണ്ട് ഇങ്ങനെയുള്ള ബ്രേക്ക് ചെയ്യാൻ കുഴപ്പമില്ല. പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിപ്പമുള്ള കായാണ്. പ്രതിരോധശേഷി പനിയും തേയിലക്കൊക്കെ ലാസ്റ്റേ ബാധിക്കുള്ളൂ ഈ മരത്തിന്. നമ്മൾ ബാക്കിയുള്ള മരത്തിന് പനിച്ചാലും അതെല്ലാം ഇതിന് പനിക്കണമെന്നില്ല. പനി പിടിക്കുന്നതെന്ന് പറഞ്ഞാൽ അറ്റ കൈക്ക് ലേറ്റായി കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. ഏറ്റവും ലാസ്റ്റ് മരുന്നടിക്കാൻ പിന്നെയും താമസിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് ചുമ്മാ ഞെക്കി അങ്ങ് പൊട്ടിക്കാം. തൂക്കം എങ്ങനെയുണ്ട് ഇതിൻ്റെ? തൂക്കം എന്ന് പറഞ്ഞാൽ നല്ല, ഇപ്പോൾ നമ്മൾ തൊണ്ടോടെ ഒരു 900 ഗ്രാം 1000 അല്ലെങ്കിൽ 1 കിലോ ഒക്കെ ഉള്ള കൊക്കോ ഉണ്ട്. അതിനാണെങ്കിൽ ഒരു 350 ഗ്രാം കാണും. ഒരു 4 എണ്ണം ഉണ്ടെങ്കിൽ ശരാശരി 3-4 എണ്ണത്തിന് 1 കിലോ കിട്ടും. ഈ 5 വലിച്ചു പിടിച്ചാലേ. ഇതിൽ ഏറ്റവും തൂക്കം ഉള്ളതോ? ഇതിൻ്റെ അകത്ത് ഏറ്റവും തൂക്കം എന്ന് പറഞ്ഞാൽ ജെമിനി തന്നെയായിരിക്കും. ജെമിനിയും എൽസായും ഏകദേശം ഒരുപോലെയാണ്. കാ കൂടുതലുണ്ടാകുക ഒന്ന്, തൊണ്ടുകെട്ടി കുറവ്, വലിപ്പമുള്ള പരിപ്പ്, കേട് കുറവ്. ഈ 4-5 ഐറ്റംസാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത്. ഇത് കൊക്കോ വെക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഏതെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാകത്തില്ല.
നമുക്ക് ഈ കൊക്കോയ്ക്ക് ഇപ്പോൾ ഒരിടയ്ക്ക് നല്ല വിലയുണ്ടായിരുന്നു. ആ. ഇപ്പം ഈ പറയുന്ന വിലയുണ്ടോ ഇതിന്? ഇപ്പോൾ എന്ന് പറഞ്ഞാൽ പണ്ട് 200 ഉള്ളായിരുന്നു, അത് കഴിഞ്ഞത് 1000 പോയപ്പോൾ നല്ല വിലയായിട്ട് എല്ലാവർക്കും മനസ്സിലായി. ആ. ഇപ്പോൾ 400, 350, 400 ഉള്ളൂ. പക്ഷേ ഒരു 600 രൂപയെങ്കിലും കിട്ടിയാൽ നമുക്കത് കൃഷി ഇത് ലാഭകരമായിട്ടും ഇതിൽ ആൾക്കാർ കാണുന്നു. കാരണം അല്ലെങ്കിൽ ഇതിലും വരുമാനമുള്ള കൃഷിയാണല്ലോ ഏലം. അപ്പോൾ ആൾക്കാർ ഇത് വെട്ടിക്കളഞ്ഞിട്ട് ഏലത്തിലോട്ട് ഈ മലയാളികളുടെ പ്രത്യേകിച്ച് ഇടുക്കിക്കാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണത്തിന് വില കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അതരെ വെട്ടിക്കളയും, അല്ലാതെ പിന്നെ നോക്കി നിൽക്കാൻ വെയിറ്റ് ചെയ്യുന്ന പരിപാടിയില്ല. ഞാൻ പിന്നെ ഇതിപ്പോൾ എനിക്ക് വെട്ടിക്കളയാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. കാരണം എന്താ വെച്ചാൽ ഇത് വെട്ടിയാലും ഇതിനകത്ത് ഈ പറയുന്ന ഏലം വെക്കാൻ പറ്റത്തില്ല. കാരണം ജാതിയും പൊടിയെല്ലാം നിൽക്കുവാണല്ലോ. അത് മാത്രമല്ല ഇതൊന്നൊരു അത്യാവശ്യം ഇൻകം എനിക്ക് കിട്ടുന്നുണ്ട് ഈ വിലയ്ക്ക് പോയി. പക്ഷേ ഈ വില പോരാ. ഈ വില എന്ന് പറഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട പുതിയ ആരും വരത്തില്ല, വന്നാൽ അവർക്ക് ലാഭകരമാകത്തില്ല. ഇപ്പോൾ ഒരു 600 രൂപ വിലയുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്കിതിൻ്റെ കോസ്റ്റ് തന്നെ ഏകദേശം 200 വരുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് പ്രോഫിറ്റ് കൂടെ കിട്ടണമല്ലോ. അപ്പോൾ ഈ 100 രൂപ പ്രോഫിറ്റ് പോരാ, അതാണ് കാര്യം. അല്ലെങ്കിൽ അതുപോലെ ഈ നമ്മൾ മാസ് പ്ലാന്റേഷൻ ഉണ്ട്, അവർക്ക് കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ അവരെന്ന് പറഞ്ഞാൽ ഒരു 100 കിലോ അല്ല പറിക്കുന്നത്, ആഴ്ച ടൺ കണക്കിനാണ്. നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പറഞ്ഞാൽ 800 കിലോയ്ക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയേക്കുന്നത്. അപ്പോൾ 800, 600, 400 ആ രീതിയിൽ പോരും. അത് 150 കിലോ അല്ലെങ്കിൽ 100 കിലോട്ട് വരും ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ. ഇതെല്ലാം നമ്മുടെ വെറൈറ്റിയാ? ഇത് എല്ലാം 5 വെറൈറ്റീസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതെല്ലാം നമ്മുടെ 5 വെറൈറ്റീസ് മിക്സ് ആയിട്ടാണ് ബഡ് ചെയ്തേക്കുന്നത്. ഈ സാധാ വെക്കും ആദ്യം, സാധാ തൈ വെച്ചിട്ട് അതിൻ്റെ ഒരു ചവിട്ടിനായിട്ട് നല്ല എണ്ണത്തിൻ്റെ നല്ല ഇതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം DNA 1 to 5 ആണ് ഇതിനകത്ത് ചെയ്തേക്കുന്നത്. ജെമിനി തൊട്ട് എൽസ, മരിയ, തെരേസ എല്ലാ ഐറ്റംസും ഉണ്ട് ഈ ഫീൽഡിൽ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജെമിനി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് കായായി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ ഓരോന്ന് പൂവൊക്കെ ഇതിലേക്ക് തുടങ്ങി. ഇപ്പോൾ 1 വർഷം ആയതിൽ ബഡ് ചെയ്തിട്ട് വെച്ചിട്ട് ഇപ്പം 2 വർഷം ആകുന്നു മരം വെച്ചിട്ട്. അപ്പം ഒരു തൈ വെച്ച് ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം കഴിയുമ്പോൾ നമ്മൾ ഫീൽഡിൽ തന്നെ ബഡ് ചെയ്തിട്ട് കയറ്റിക്കൊണ്ട് വരുവാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന വെറൈറ്റി കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഈ എപ്പിസോഡ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള നല്ല കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ തൽക്കാലം വിടവാങ്ങുന്നു. ജോബിൻ കെ മാണി സൈനിങ് ഓഫ് ഫ്രം മകരക്കൊയ്ത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.